മൂന്നാർ യാത്രയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 9ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാറിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡായ ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിൽ നിന്നും ചിത്തിരപുരത്തേക്കുള്ള റോഡാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ചിത്തിരപുരത്ത് ഞാൻ സ്റ്റേ ചെയ്തിരുന്ന, അതായത് ആനച്ചാൽ കുഞ്ചിത്തണ്ണി റോഡ്. അപ്പോൾ ആ റോഡിന്റെ ഒരു മനോഹരമായ കാഴ്ച കാണിച്ചിട്ട് നമുക്ക് ഗ്യാപ്പ് റോഡിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഈ കാണുന്നതാണ് ആനച്ചാൽ കുഞ്ചിത്തണ്ണി റോഡ്. ഈ റോഡിൽ കൂടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു കാഴ്ച. അപ്പൊ ഇവിടെ റോഡിന്റെ പണി എന്തൊക്കെ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഇതിന്റെ തൊട്ടപ്പുറത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ആ കാഴ്ചയും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചയിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മള് മൂന്നാറിലെ അതിമനോഹരമായ റോഡായ ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. അപ്പൊ മൂന്നാർ വരുന്ന ആളുകള് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു അതിമനോഹരമായ സ്ഥലം തന്നെയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ്. അപ്പൊ ഗ്യാപ്പ് റോഡിലെ കാഴ്ചകൾ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചകളെല്ലാം കൂടെ ഒരു എപ്പിസോഡിൽ കൊള്ളിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ഇവിടുന്ന് നേരെ ഗ്യാപ്പ് റോഡ് വഴി പൂപ്പാറ, അവിടുന്ന് വേണമെങ്കിൽ കുമ്മളിക്ക് പോകാം, കമ്പംതേനി ആ റൂട്ട് പോകാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ വരുന്ന എപ്പിസോഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡിന്റെ അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാപ്പ് റോഡിന്റെ തുടക്കമാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും അതിമനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ നിങ്ങളെ ആ കാഴ്ചകൾ കാണിച്ചു തരാം. പക്ഷേ ഈ റോഡ് തന്നെ മറ്റുള്ള കാഴ്ചകളല്ലാതെ ഈ ഗ്യാപ്പ് റോഡ് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള റോഡാണ്, മനോഹരമായിട്ടുള്ള റോഡാണ്. തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത റോഡുകളാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റോഡിൽ പല സ്ഥലത്തായിട്ട് അടിപൊളിയായിട്ടുള്ള, മനോഹരം എന്ന് പറയാൻ പറ്റില്ല, അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചകൾ തന്നെ ഫുള്ള് ഉൾക്കൊള്ളിക്കാൻ പറ്റും തോന്നില്ല. എങ്കിലും ഒരുപാട് വീഡിയോ ലെങ്തി ആവാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു എപ്പിസോഡ് കൊള്ളിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് റോഡിന്റെ തന്നെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ പോകുന്ന പോക്കിൽ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും അതിമനോഹരമായ കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ ബെഡ് പോലെ കിടക്കുകയാണ്. ബെഡ് ഇട്ടേക്കണ പോലെയാണ് തേയിലത്തോട്ടങ്ങൾ ഈ റോഡിന്റെ ഇരുവശത്തും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ 2 വീലറിൽ വരുമ്പോഴാണ് ഈ റോഡിന്റെ മനോഹാരിത അല്ലെങ്കിൽ അതിന്റെ ഭംഗി നമുക്ക് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് കാറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കാർ യാത്രയെ അപേക്ഷിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഒരുപാട് 2 വീലർ യാത്രക്കാർ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഈ റോഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും ആളുകൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അത്ര മനോഹരമായ ഒരു റോഡാണ് മൂന്നാറിലെ ഗ്യാപ്പ് റോഡ്. അപ്പം മൂന്നാർ വരുന്നവര് മറ്റുള്ള സ്ഥലങ്ങൾ കാണുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഗ്യാപ്പ് റോഡ് കാണാൻ മറക്കാതിരിക്കുക. അപ്പൊ ഇവിടെ ഒരു അതിമനോഹരമായ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അതിന്റെ വീഡിയോ എടുത്തതാണ്.
അപ്പോൾ ഈ റോട്ടിൽ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തി വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. അത് കഴിയുമ്പോൾ വീണ്ടും യാത്ര തുടരുക. അടുത്ത സ്ഥലം കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തുക. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഗ്യാപ്പ് റോഡ് ഫുള്ളായിട്ട് നല്ല മനോഹരമായതാണ്. എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നന്നായിട്ട് നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ മെച്ചമായിരിക്കും അടുത്ത സ്ഥലം കാണുമ്പോൾ, അതിനേക്കാൾ മെച്ചമായിരിക്കും അടുത്ത സ്ഥലം. അങ്ങനെ എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ വണ്ടി നിർത്തി കാണിച്ചു തരാം. വേറെയും ടൂറിസ്റ്റുകളൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ തേയില നുള്ളുന്നുണ്ട് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. നല്ല ലോങ്ങിലാണത്. അങ്ങനെ ആ വ്യൂ പോയിന്റിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ റോഡിന്റെ ഇരുവശത്തും കടകളും ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടിയൊക്കെ നിർത്തി ചായ കുടിക്കുന്നുണ്ട്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. വണ്ടികളെല്ലാം അവിടെ നിർത്തുന്നുണ്ട്. ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തും ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. ഇതേ ഇവിടെ കണ്ടോ, നമ്മൾ ആ കടകളൊക്കെ കണ്ട സ്ഥലമാണ് ആ ദൂരെ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എവിടെയാണ് നമ്മൾ ഇപ്പോൾ കടകൾ കണ്ടത്. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ വ്യൂ പോയിന്റുകൾ കണ്ടു. നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ പോരുന്ന പോക്കിൽ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഓരോ സ്ഥലങ്ങളിലും വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആ വ്യൂ പോയിന്റ് കാഴ്ചയിൽ നിന്ന് നമ്മൾ വീണ്ടും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൂടി പോവാണ്. ഇപ്പോൾ ഒരു വശത്ത് തേയിലത്തോട്ടങ്ങളും ഒരു വശത്ത് മലയുമായിട്ടോ, പാറകളാണ് ഒരു വശത്ത്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കടകൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത യാത്ര തുടരാം. അതല്ല എങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആകാതിരിക്കാൻ ഞാൻ മിക്കവാറും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ നമുക്കിവിടെ ചായ പറയാം. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല അടിപൊളി തണുപ്പാണ്. അപ്പോൾ ഈ കടയുടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും നല്ല നല്ല കാഴ്ചകളാണ്. ഇത് ഇവിടെ കണ്ടോ, തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ വെച്ചേക്കുന്ന പോലെ ഒരു സംഭവം കണ്ടോ, ചോളമാണേ. ഇത് ഇവിടെ അടുത്തതും തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് റോക്കറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അത് അലങ്കരിച്ച് അടിപൊളിയായിട്ടൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. തൊട്ട് താഴെ വേറെയും സംഭവങ്ങളുണ്ട്. അതും ചോളം തന്നെയാണ്. അതിൻ്റെ തൊണ്ടൊക്കെ കൂടി കൂടിയതാണ്. ഇവിടെയാണെങ്കിൽ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ചായ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഈ ചായ കുടിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.